ഹലോ നമസ്കാരം. IWCampusലേക്ക് സ്വാഗതം. നമുക്ക് ടോർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോർ സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസർ വേണം. സാധാരണ ബ്രൗസർ വെച്ചുകൊണ്ട് നമുക്ക് ടോർ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ഒരു ടോർ ബ്രൗസറാണ്. ടോർ നെറ്റ്വർക്കിൻ്റെ തന്നെ ബ്രൗസറാണ് ടോർ ബ്രൗസർ. അത് കൂടാതെ തന്നെ നമുക്ക് പല പല കമ്പനികളുടെ ബ്രൗസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ടോർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ജനറലി നമ്മൾ നോക്കേണ്ടത് ടോർ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. അപ്പം ടോർ സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടോർ ബ്രൗസർ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു 100% പ്രൈവസിയോ അല്ലെങ്കിൽ 100% അനോണിമിറ്റിയോ സെക്യൂരിറ്റിയോ കിട്ടത്തില്ല. ഇത് കൂടാതെ തന്നെ നമ്മൾ കുറേ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒരു നല്ലൊരു ശതമാനം സെക്യൂറായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഡാർക്ക് വെബോ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഒരു ബ്രൗസറാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളിലോട്ടും വരാം. അതിന് ആദ്യം എങ്ങനെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്ന് വേണം നമുക്ക് ഈ ഒരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഈ ടോർ ബ്രൗസർ പലതും നമുക്ക് പലയിടത്തു നിന്നും കിട്ടാറുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുവാണ് ഏറ്റവും നല്ലത്. വൺസ് ഈ ഒരു ടോർ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് പല പല പ്ലാറ്റ്ഫോമിലും ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു സിഗ്നേച്ചർ കീ ഉണ്ട്. ഈ ഒരു കീ വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആ ഒരു കീ അവർ തരുന്നുണ്ട്. കണ്ടോ? ഞാൻ ഓൾറെഡി ആ ഒരു കീ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കീ വെച്ചിട്ട് നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ആക്ച്വൽ ഫയലാണോ എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പ് ഫയൽ അല്ലെങ്കിൽ EXE ഫയൽ നമുക്ക് പലയിടത്തു നിന്നും കിട്ടും. പക്ഷേ അതൊക്കെ ഒറിജിനൽ ആയിരിക്കണമെന്നില്ല. അത് ചിലപ്പം മാൽവെയർ ആയിരിക്കും. അപ്പം വൈറസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആക്ച്വൽ സോഴ്സിൽ നിന്നാണോ ഇത് ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കാനായിട്ടാണ് ആ ഒരു സെക്യൂരിറ്റി കീ. അത് കമ്പയർ ചെയ്ത് നോക്കേണ്ടത് ഓരോന്നിലും ഓരോ OSലും എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. അത് ദേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഞാനിതിപ്പം ഈ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ടോർ ബ്രൗസർ. ഇതാണ് അതിൻ്റെ EXE ഫയൽ. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സിഗ്നേച്ചർ ഈ ഒരു ടോർ INCയുടെ ആണ്. അതുപോലെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കുക, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിജിസെർട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് സാധനം ജെനുവിനാണ്. ഇനി ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കീ വെച്ചിട്ട് ഈ ഒരു EXE ഫയലും കൂടെ വെച്ചിട്ട് ഇവർക്ക് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും. കാരണം ഈ EXE ഫയൽ ഓൾറെഡി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതാണ് നമ്മളിപ്പം കണ്ടത്. അപ്പോൾ ഇത് ഇവരുടെ അതിൻ്റെ വേറൊരു മാച്ച് ചെയ്യാനായിട്ടുള്ളൊരു കീ ആണ്. അപ്പോൾ ഈ കീയും കൂടെ വെച്ച് ഇത് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് രണ്ടും സെയിം, ഇത് ആക്ച്വലി ഒറിജിനൽ ആണോ ഈ ഒരു ഇൻസ്റ്റലേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതൊരു PGP ബേസ് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ടുള്ളൊരു കീ ആണത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് നമ്മൾ ലാംഗ്വേജ് പറയുക. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഈ ഒരു ഫയല്, അതായത് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഫോൾഡർ, ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻസ് എല്ലാം എവിടെ ഇടണമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. പ്രോഗ്രാം ഫയൽസിൽ വേണമെന്നുള്ള കാര്യം നിർബന്ധമില്ല. നമുക്ക് എവിടെ ഓൺലൈൻ ചെയ്ത് ഇടാൻ പറ്റും. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ നടക്കും. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ എക്സിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാം. അന്നേരം ഇൻസ്റ്റലേഷൻ ഞാൻ ചെയ്തേക്കുന്നത് C ഡ്രൈവിൽ ടോർ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ടോർ ബ്രൗസർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഉള്ളൊരു ഒരു ബ്രൗസർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഫയർഫോക്സ് തന്നെയാണ്. ഫയർഫോക്സിൻ്റെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു വേർഷനാണിത്. അപ്പം ഇവിടെ നമുക്ക് 2-3 സെറ്റിങ്സും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ടോർ നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ
ഈ ടോർ നെറ്റ്വർക്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കോൺഫിഗറേഷൻ കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അന്നേരം ഇപ്പം ജസ്റ്റ് ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കണക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഇത് ഇപ്പം എന്തോ ഇവിടെ ഓരോ സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അത് കണക്റ്റായി. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത് കാണുന്നത്. അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് ഞാൻ IWCampus തന്നെ കണക്ട് ചെയ്യാം. ഞാനിവിടെ IWCampus.com എന്ന് പറഞ്ഞ് കണക്ട് ഇത് ടോർ ബ്രൗസറാണെന്ന് ഓർക്കുക. ഇവിടെ ഞാൻ ഡാർക്ക് വെബ് ഒന്നുമല്ല നമ്മുടെ IWCampus.com. നമ്മളുടെ സർഫേസ് വെബ് തന്നെയാണ്. അപ്പോൾ അത് കണക്റ്റ് ആവും. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി സമയമെടുക്കും. കാരണം ഇത് ഈ പറഞ്ഞ ഈ ഓണിയൻ റൗട്ടേഴ്സിലൊക്കെ പോയിട്ട് പല പല റൗട്ടേഴ്സിലൊക്കെ കയറി ഇറങ്ങിയായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് കണക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം വൺസ് ഇപ്പോൾ ടോർ കണക്റ്റായി. ഇനി നമുക്ക് ഈ പറഞ്ഞ ഡാർക്ക് വെബിലുള്ള ഏതെങ്കിലും ലൊക്കേഷൻ്റെ ഈ ഓണിയൻ URL ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവും. ഇത് അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർനെറ്റും നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇപ്പം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത് നമ്മൾ വീണ്ടും ഇതൊരു സെക്യൂർ ആണ് എന്ന് പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും രണ്ടിടത്ത് നമ്മളെ എക്സ്പോസ് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി നോഡിന് അറിയാൻ പറ്റും നമ്മൾ ശരിക്കും ആക്ച്വലി ആരാണ് അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ IP, നമ്മൾ എവിടുന്ന് വരുന്നു എന്നുള്ള കാര്യം എൻട്രി നോഡിന് അറിയാം. എക്സിറ്റ് നോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും അതുപോലെ ഏത് വെബ്സൈറ്റാണ് ആക്സസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എക്സിറ്റ് നോഡിന് അറിയാം. ഇനി ഇത് കൂടാതെ തന്നെ ഇതിപ്പം HTTPS ആയതുകൊണ്ട് തന്നെ എക്സിറ്റ് നോഡിന് ഇവിടെ ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് നോഡിന് അറിയത്തില്ല ഞാൻ ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം HTTPS ആയതുകൊണ്ട് എൻക്രിപ്റ്റഡ് ട്രാഫിക് ആയതുകൊണ്ട് തന്നെ എക്സിറ്റ് നോഡിന് അറിയത്തില്ല. പക്ഷേ ഇത് എൻക്രിപ്റ്റഡ് അല്ലാതെ HTTP ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് നോഡിന് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ അവർ ഡേറ്റ സ്നിഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂസർ നെയിം പാസ്വേഡും ഒക്കെ അവിടെ കോംപ്രമൈസ് ആവും. കാരണം അവർക്ക് അവിടെ കിട്ടും അത്. അപ്പോൾ അങ്ങനെയും ട്രാക്ക് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം. സോ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.